ഇപ്പൊ എന്നെ പറ്റി ഒരുപാട് എന്നെ വിളിക്കുന്ന പോലെ ചെയ്ത് ആരെയും വിളിക്കുന്നത്. ശശികുമാർ കുറച്ച് കാര്യം പറഞ്ഞു. BJP നേതാക്കന്മാർ ഒരു 10-150 മറ്റേ ഇതുണ്ടല്ലോ കത്തിക്കുന്ന കോലം. എനിക്കത് സന്തോഷമുള്ളൂ. കാരണം അവന്മാർ എല്ലാ ആഴ്ചയിലല്ല, എല്ലാ ദിവസവും എന്റെ ഓരോന്ന് കത്തിച്ച് കിട്ടി എനിക്കൊരു ഗുണമാണ്. എല്ലാ ദിവസവും കത്തിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇത് കത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ എന്റെ കോലം കത്തിക്കുന്നത്? പിന്നെ കോൺഗ്രസ്സുകാരന്ന് റീത്തെ വെക്കത്തുള്ളൂ. കാരണം അവന്മാർക്ക് ഞാനൊന്ന് മരിച്ചു കാണണമെന്ന് അവർക്ക് ആഗ്രഹം. ഞാൻ ഒരു കാര്യം പറയാം, നീ എല്ലാം പോയാലും തയ്ച്ചറിയാൻ പോകുന്നില്ല. ഒരടിക്കുന്നു അങ്ങനൊന്നും പോകുന്ന അതിനമല്ല. അങ്ങനൊന്നും പോകത്തില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ട് കുറെ കാലം 16 കൊല്ലമായി. 8ാം ക്ലാസ്സിൽ പഠിക്കുകയും പണി തുടങ്ങിയത്. ഞാൻ നേരിട്ട ഓരോ വെല്ലുവിളി ഒന്നും വരാൻ നേരിട്ടില്ല. ഒരുപാട് വെല്ലുവിളി നേരിട്ടാണ്. അത് വിളിക്കുന്ന പല സഹാക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി. ഞാൻ പ്രതിസന്ധി വന്നിട്ട് 3 നാളല്ല. ഭയപ്പെടുത്തുക. എന്തിനാ ഭയപ്പെടുത്തുന്നത്? ചെങ്ങന്നൂരിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് എന്റെ ഓഫീസിലുണ്ട്. എനിക്ക് കോൺഗ്രസ്സുകാരുടെ സഹതാപമാണ്. സത്യം പറഞ്ഞാണല്ലോ, ഇത്ര പാവങ്ങൾ, സത്യത്തിൽ പാവങ്ങളാണ് ഈ ചെങ്ങന്നൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ. ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ചു എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് ജയിച്ചൊരു മത്സരിക്കാനെങ്കിലും ചാൻസ് കിട്ടി. കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ടുപോകും. BJP മാറിയിട്ട് പിറ്റേ ദിവസം പുള്ളി നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ചെങ്ങന്നൂര് ഈ പാവപ്പെട്ട നെഞ്ചത്തോട്ട് കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിനെ പറ്റിയല്ലോ അറിയാം. ഈ വാര്യരും അതിനെ പറ്റിയല്ലോ അറിയാം. ഈ വാര്യരാണ് കഴിഞ്ഞ ഒരു 2-3-4 മാസം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്തായാലും ആ വാര്യരെ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് ഒരു ഗുണമായി എനിക്ക് കേട്ടോ. ഉള്ള കാര്യം കോൺഗ്രസ്സായിട്ട് പറയാം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോ ഇടതുപക്ഷം മുന്നണിയായിട്ട് അതിൽ മത്സരിക്കാതിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ച് അന്ന് എനിക്ക് കിട്ടാത്ത ഒരു 12,000 വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണിക്ക് ഈ വാര്യന്റെ ഒറ്റ വരവോടുകൂടി കിട്ടും. ഒരു സംശയം വേണ്ട. കാരണം അയാളുടെ പ്രസംഗം അത്ര ഗുണം ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നെ കോൺഗ്രസ് അളിയന്മാര് അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ ഓരോ ആഴ്ചകളും ഉണ്ടെന്ന് പോലെ എന്നെ ഇവിടെ പ്രസംഗിക്കാൻ ആരും ഇല്ല. കോൺഗ്രസ് ഇവിടെ M മുരളിയുണ്ട്. എത്ര സീനിയർ നേതാവാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്. ഇന്ന് ആരാധനാണെങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്നു. ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ട്. വിജയകുമാർ സാറ്, എത്രയോ ആളുകൾ ഈ ചെങ്ങന്നൂർ പ്രസംഗിക്കാതെ എല്ലാ വലിയ കോൺഗ്രസ് പ്രസംഗിക്കും. ഇവിടെ ആളില്ലെങ്കിലും പ്രസംഗിക്കാൻ ആളില്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കൈകൾ വാടക കിട്ടാത്തമാരാ. ഒരു ചായക്കട ചെന്ന് ഒരു ചായ ചോദിച്ചാൽ പോലും കണക്ക് കൊടുക്കത്തില്ല. ആവശ്യത്തിലുള്ളമാരെ ഇവിടുത്തെ കോൺഗ്രസ് ഞാനാമാരെ പറ്റിയൊന്നും പറയുന്നത്. എന്നാലും പ്രസംഗിക്കുന്നമാരുണ്ടല്ലോ. എന്നെ കൊണ്ട് ഒത്തിരി പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ എന്റെ ഓഫീസിലോട്ട് മാർച്ച് നടന്നു. ജില്ല മൊത്തം ഊത്ത് കോൺഗ്രസ്. എന്താ ഊത്ത് കോൺഗ്രസ്? എല്ലാം കൂടി ജില്ല കേന്ദ്രീകരിച്ചപ്പോ 75 പേര് എന്റെ ഓഫീസിലോട്ട് മാർച്ച് നടന്നു. എന്തൊക്കെയാ പറഞ്ഞേ? അതിന് മുമ്പൊരു മാർച്ച് നടത്തി. അത് ഈ പോലീസുകാർക്ക് പേടിയാ. ഞാൻ ഈ പോലീസുകാരോട് ഞാൻ കാര്യം പറയാം. എന്റെ ഓഫീസിലോട്ട് തടയരുത്. നിങ്ങൾ തടയേണ്ടതായിരുന്നു. ഓഫീസിലോട്ട് വരട്ടെ അവർ വരട്ടെ. ഞാൻ നല്ല കടിച്ചായി ഇട്ട് കൊടുത്ത് അവന്മാരെ എല്ലാം കയറ്റി വർത്താനൊക്കെ പറയാം. അവർ നോക്കോളൂ. എന്നെ എന്ത് ചെയ്യാനാ? നിങ്ങളെന്തിനാ പേടിക്കുന്നത്? എന്റെ ഓഫീസിലോട്ട് ആരെ വാര്യരെ കൊണ്ടൊന്ന് പ്രസംഗിച്ചു. വാര്യര് കേരളത്തിലെ ഏറ്റവും കടുകട്ടിയുള്ള RSS ആണ്. ചെറിയ RSS അല്ല കേട്ടോ. BJPയിലൊക്കെ ഒരുപാട് മാന്യന്മാരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാന്യന്മാരെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തായാലും പുറത്ത് മാന്യത കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ശ്രീരാമുള്ള ചേട്ടനുണ്ട്. എത്ര മാന്യത. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ മാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കേശവനുണ്ട്. മാന്യമുണ്ട്. അതിന്റെ അകത്തിരിക്കുന്ന രാഷ്ട്രീയം നമുക്ക് യോജിപ്പില്ല. BJPയുടെ എത്രയോ നല്ല നേതാക്കന്മാർ ഈ ചെങ്ങന്നൂരുണ്ട്. രാമേന്ദ്ര കുറുപ്പിയേട്ടൻ എത്രയോ മാന്യനായ BJPയുടെ കേന്ദ്ര നേതാവല്ലേ. അവരൊക്കെ അനാഥരായി നടക്കുകയാണെങ്കിൽ കേന്ദ്ര നേതാവല്ലേ. അതല്ലാത്തവരും ഉണ്ട്. വാര്യയുടെ സ്വഭാവമുള്ളവരും ഇവിടെ ഉണ്ട്. അവരെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ വന്നു ഇയാളാണ് നമ്മുടെ കാശ്മീരിലെ മുസ്ലിങ്ങളെ മറ്റേ വിഭജിച്ച സമയത്ത് കാശ്മീർ പ്രശ്നത്തിന്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഈ വാര്യർ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞ 2000 കൊണ്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ നല്ല സമയമാണ് ഇവിടെ. അന്ന് ഇയാൾ പറഞ്ഞു ഈ കാശ്മീരിലെ മുസ്ലിങ്ങളെ കെട്ടിത്തൂക്കി ടയറിട്ട് ആ ടയർ കത്തിച്ചവന്മാരെ ചുട്ടുകൊല്ലണമെന്ന് പറഞ്ഞ ഒരു മതേതരവാദി ആയിട്ടുള്ള വാര്യരാണ് സജി ചെറിയാനെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവന് കൈയടിക്കുക. ഒരു നല്ല മനുഷ്യനാണ്. അവരെയൊക്കെ തല്ലിക്കൊന്ന് പറഞ്ഞാൽ നമുക്കൊരു മര്യാദ ഉണ്ട്. ഇത്രയും മുസ്ലിങ്ങളെ തല്ലിക്കൊന്ന കുഴപ്പമില്ല. കെട്ടിത്തൂക്കി ടയർ കത്തിച്ച് പെട്രോൾ ഒഴിച്ച് യവന്മാരെ പുഴുകി ശരിപ്പെടുത്തി എടുക്കണമെന്ന് വന്ന് പ്രസംഗിക്കാൻ ഒരു മനസാക്ഷിയില്ലാത്ത ഈ വാര്യരെ ചെങ്ങന്നൂർ പോലൊരു മതനിരപേക്ഷമായ നാട്ടിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ ഈ ചെങ്ങന്നൂരിലെ കോൺഗ്രസ്സുകാരുടെ തലയ്ക്കകത്ത് അൽത്താമസമില്ലെന്ന് ഞാൻ പറഞ്ഞ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ? അൽത്താമസമുണ്ടോ നിങ്ങൾ തലയ്ക്കകത്ത്? ചിന്തിക്കാൻ പറയാ. ഇനിയൊരു പേരുകൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കോ എന്നെ പറ്റി എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എന്തല്ല ഈ വാര്യ പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും കടുത്ത RSSകാർ പറയാത്ത ഭാഷയല്ലേ ഈ രാജ്യത്തെ ന്യൂനപക്ഷക്കാർക്കല്ലേ ഈ വാര്യ പറഞ്ഞത്? ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയും ഈ രാജ്യത്തെ മുസ്ലിമും ഇന്ത്യക്കാരല്ല അവന്മാരെ ചാപ്പകൂത്തണമെന്ന് പറഞ്ഞ വാര്യരെ ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് ഈ മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യം ഉയർത്തിയ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ 32,000 മതനിരപേക്ഷ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരായി എലിക്കോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ മണ്ഡലത്തിൽ ഇത്തരം മതനിരപേക്ഷത ചോദ്യം ചെയ്ത വാര്യരെ കൊണ്ടുവന്ന് ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യാൻ ഇവിടെ വന്ന് ന്യൂനപക്ഷത്തെ ആക്രമിച്ചവൻ പ്രസംഗിച്ചാൽ കോൺഗ്രസ്സുകാരൻ വോട്ട് കിട്ടുമോ?
ഇപ്പൊ വേറെ റാപ്പിടെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടു വാരിന് അടുത്തുള്ള സ്ഥാനാർത്ഥിയാണ്. പുള്ളി നോക്കിയപ്പോ അവിടെ നിന്ന് രക്ഷയില്ല. MLA സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങോട്ട് വിടും. അനാഥ കിടക്കുന്ന സ്ഥലം ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക. അപ്പൊ ഇപ്പൊ ഈ സീറ്റ് പോകാതിരിക്കുന്ന കോൺഗ്രസ്സുകാരന്മാർ മിക്കവാറും എല്ലാം ഇപ്പൊ ആത്മഹത്യ പ്രശ്നം. അപ്പൊ അവിടെ ഞാൻ ആഭ്യന്തര പ്രശ്നമായി. ഒരു 10 സീറ്റ് പോയി കിടക്കുകയായിരുന്നു. PR സ്ഥാനാർത്ഥിയാ കേട്ടോ, ഓർത്തോണം. ഇപ്പൊ സീറ്റ് മേടിക്കാൻ വന്നവരെല്ലാം ഓർത്തോണം. ഈ വാരിന് സ്ഥാനാർത്ഥിയാരാണ് KPCC. ആ സുധാകരൻ KPCC പ്രസിഡന്റ് അതും ചെയ്യാൻ അപ്രോച്ച് ചെയ്യും കേട്ടോ. സതീശൻ പിന്തുണയ്ക്കും. ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിക്കുക. എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഈ സ്റ്റേഡിയം എന്താ ഇങ്ങനെ കിടക്കുന്നത്? 65 കോടി രൂപ സ്റ്റേഡിയത്തിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചതിന്റെ നിർമ്മാണം ആരംഭിച്ച് 65% പണി പൂർത്തീകരിക്കുമ്പോ ഈ വലതുപക്ഷക്കാരല്ലേ ഹൈക്കോടതി കേസ് കൊടുത്ത്? ഇന്ന് ആ സ്റ്റേഡിയം പൂർത്തീകരിച്ച് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കായിക രംഗത്തുള്ള പ്രതിഭകൾക്ക് അവിടെ പരിശീലനം കൊടുക്കാൻ, കളിക്കാൻ, മത്സരിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ചെങ്ങന്നൂരിൽ തലവെക്കാൻ പാടില്ല. അത് സജി ചെറിയാന്റെ ഇടതുപക്ഷങ്ങളുടെ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞല്ലേ ആ സ്റ്റേഡിയം തകർത്തത്? നിങ്ങൾ എന്ത് വികസനത്തെ പറ്റിയാ പറയുന്നത്? നിങ്ങൾ ഏത് വികസനത്തെ സഹായിച്ചിട്ടുണ്ട്? സ്റ്റേഡിയം മാത്രമാണോ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡ് എന്നെ കൊണ്ടൊന്നും ഒത്തിരി പറയിപ്പിക്കേണ്ടത് ഞാൻ ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ കുത്തികളെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ റോഡ് ഇപ്പൊ നിങ്ങൾ കണ്ടോ? ആ മേളിൽ നിന്ന് ഒന്ന് പോന്നു കഴിഞ്ഞാൽ 1.5 റോഡാ. ആ റോഡ് നടപ്പാക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അവര് ചെയ്യേണ്ട റോഡ് അത് നശിച്ച് തകർന്നു കിടന്ന റോഡ്, അവിടെയുള്ള റോഡിന്റെ ഭൂമി ഉടമകളെ ഞാൻ വിളിച്ച്, ഗൾഫിൽ അമേരിക്കയിലൊക്കെ വിളിച്ച് ഞാൻ അവരോട് ആര് വിളിച്ചു. ഞാൻ പറഞ്ഞു ആ റോഡ് ഇങ്ങനെ കിടക്കരുത്, ചില വീതി കൂട്ടി ഒരു 6-8 മീറ്റർ വീതി കൂട്ടി ആ റോഡ് ടാർ ചെയ്യണം. ഭൂമിക്ക് കാശില്ല, സൗജന്യമായി എല്ലാവരും തന്നു. മതിൽ പൊളിച്ചു, മതിൽ നമ്മൾ കെട്ടിക്കൊടുത്തു. മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് 1 വർഷക്കാലം തടഞ്ഞു വെച്ചു. ഓർമ്മയില്ലേ? ചെങ്ങന്നൂർക്കാർ മറന്നുപോയോ? അവസാനം ജില്ലാ കളക്ടർ വന്നു, ജില്ലാ കളക്ടറെ കൊണ്ട് അളക്കാൻ പറഞ്ഞു. അളന്നപ്പോ മുനിസിപ്പാലിറ്റി സ്ഥലമല്ല, റവന്യൂ പുറമ്പോക്ക്, മുനിസിപ്പാലിറ്റിക്ക് അവിടെ സ്ഥലമേ ഇല്ല. 1 വർഷക്കാലം മുനിസിപ്പാലിറ്റി സ്ഥലമാണെന്ന് പറഞ്ഞ് ആ റോഡ് തടഞ്ഞ് ഇന്ന് ആ റോഡ് മുനിസിപ്പാലിറ്റി സ്ഥലമല്ലാത്തതുകൊണ്ട് ഏറ്റെടുത്ത് ചെങ്ങന്നൂരിലെ ഏറ്റവും മനോഹരമായ റോഡാക്കി ഈ IHRD കോളേജിന് മുമ്പിൽ നിന്നുള്ള റോഡ് നമ്മൾ ചെയ്തില്ലേ? ഇവരെന്ത് സഹായമാണ് ചെയ്തത്? ഇവിടെ മാർക്കറ്റ് നിർമ്മിക്കുന്നു. ഇപ്പോഴത്തെ ചെയർപേഴ്സണെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ആത്മാർത്ഥമായി അവർ കൂടെ നിൽക്കുക. ഇതിനു മുമ്പുള്ളവർ ആരെങ്കിലും സഹായിച്ചു? 3 വർഷം മുമ്പ് അനുവദിച്ച മാർക്കറ്റ് നവീകരണം, ഇന്ന് ആ മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതാണ്. ആ 3 വർഷമായി തടസ്സം നിൽക്കുകയല്ലേ? ഈ മാർക്കറ്റ് കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ കച്ചവടം ചെയ്യുന്നത് എതിരുണ്ടോ? അവരെല്ലാം പാവങ്ങൾ. അവർക്ക് അവിടെ വീണ്ടും തുടർന്ന് ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം കൊടുത്താൽ മതി. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി സംവിധാനം ഉണ്ടാക്കണം. ഈ മുനിസിപ്പാലിറ്റിയിലെ ഓരോ കോൺഗ്രസിന്റെ ഭാരവാഹികളോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് സഹകരിക്കേ തന്നോ? ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സഹകരിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഇല്ലാത്ത കാര്യമില്ലെന്ന് പറയും. ഇന്നിപ്പോ അവർ ആത്മാർത്ഥമായി ഇറങ്ങിയത് കൊണ്ട് ഞാനിവിടെ ചേർന്ന് അവിടെ നിർമ്മാണം ആരംഭിച്ചു. എത്ര വർഷം നിങ്ങൾ വഴിമുടക്കി? എത്ര വർഷം വഴിമുടക്കി? ഇത് ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങളെ എന്തായിരുന്നു അനുഭവം? 2000 രാമേന്ദ്രൻ സർ ജയിക്കുമ്പോൾ എന്താ ചെങ്ങന്നൂർ നല്ല റോഡുണ്ടോ? ഉണ്ടോ? പറ. ഈ മാർക്കറ്റ് റോഡ് ഉൾപ്പെടെ എടുക്കുക. ഈ ചെങ്ങന്നൂർ ടൗണിലെ ഏതെങ്കിലും ഒരു റോഡ് സഞ്ചാരയോഗ്യമായിരുന്നു? നല്ല കുടിവെള്ള പദ്ധതി ഉണ്ടോ? നല്ല ആശുപത്രി ഉണ്ടോ? നല്ല സ്കൂൾ കെട്ടിടമുണ്ടോ? പറ. നിങ്ങളല്ലേ ഇവിടെ ഭൂരിപക്ഷ സമയം ഭരിച്ചത്? ജനങ്ങൾക്ക് പൊറുതി കുട്ടിയല്ലേ നിങ്ങളെ തോപ്പിച്ചത്? അങ്ങനെയല്ലേ രാമേന്ദ്രൻ സാറിനെ ജയിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏതെല്ലാം പദ്ധതികളിലൂടെ വന്നോ ആ പദ്ധതിക്ക് മുഴുവൻ നിങ്ങൾ തിരഞ്ഞം വെച്ചു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചിരുന്ന പദ്ധതികൾ ഓരോന്നും നടക്കുന്നുണ്ട്. വേറെ കാര്യം, ഇവിടുത്തെ സ്കൂൾ കെട്ടിടങ്ങൾ ഓരോന്നുണ്ട്. ഈ ഗേൾസ് ഹൈ സ്കൂളിൽ ഒരു കെട്ടിടം പണിയുന്നു. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രയാസം കൊണ്ട് ഞാൻ പറയുക. ആ സ്കൂൾ കെട്ടിടം നിങ്ങൾ ആ ഗേൾസ് ഹൈ സ്കൂളും ബോയ്സ് ഹൈ സ്കൂളും ഗേൾസ് ഹൈ സ്കൂളും ഇവരുടെ കാലം നശിപ്പിച്ചതാണ്. 2000-3000 കുട്ടികളെ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ്. അവസാനം ആ സ്കൂളിനെ ഒരു മോഡൽ സ്കൂളാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവിടെ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 കെട്ടിടം പുതുതായിട്ട് പണിയും ഗേൾസ് ഹൈ സ്കൂൾ. അപ്പൊ നമ്മുടെ ആശുപത്രി പണിയണം. 100 കോടി രൂപ ആശുപത്രി കിട്ടും. ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി. നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും മോശം ആശുപത്രി അല്ലായിരുന്നു. ഏറ്റവും മോശം ആശുപത്രി. അവിടെ ആരെങ്കിലും ചെല്ലുന്ന ജീവനോട് തിരിച്ചു വരാൻ പറ്റുമോ? ഡോക്ടറില്ല, നേഴ്സില്ല, കമ്പൗണ്ടർ ആരുമില്ല, നല്ല റൂമില്ല. ഒരു രോഗി വന്നാൽ അവിടെ പരിചരിക്കാൻ ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എലിയും പാമ്പും പാറ്റയാണ്.
അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, എന്റെ പിന്നെ പൊന്നു മുഖ്യമന്ത്രി ഒന്ന് സഹായിക്കണം, ഈ ഹോസ്പിറ്റൽ സ്ഥിതി രാജാവിന്റെ ഒരു ചിഹ്നം അവിടെ വെച്ചിട്ടുണ്ട്, അത് മാത്രം മതിയോ? രാജാവിന്റെ ചിഹ്നം കൊണ്ട് ആൾക്ക് ചികിത്സ കിട്ടൂ. ശരി, ഒരു പദ്ധതി തരാൻ പറഞ്ഞു, പദ്ധതി കൊടുത്ത് 100 കോടി രൂപ അനുവദിച്ചു. ആ ഹോസ്പിറ്റൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്നുണ്ട്, മാറ്റണം. ഈ ചെങ്ങന്നൂരിൽ അറിഞ്ഞിരിക്കണം. ഞാൻ നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം, പക്ഷെ ചെങ്ങന്നൂരിൽ ഈ കോൺഗ്രസ്സുകാരുടെ പണി മനസ്സിലാക്കണം. ആ ഹോസ്പിറ്റൽ മാറ്റി ഈ ബോയ്സ് ഹൈസ്കൂൾ, വെറും 24 പിള്ളേർ പഠിക്കുന്ന സ്കൂള്, ആ 24 കുട്ടികളെ ഗേൾസ് ഹൈസ്കൂളിൽ മാറ്റി ഈ ബോയ്സ് ഹൈസ്കൂളുണ്ട്. ആ ഹോസ്പിറ്റൽ മാറ്റാൻ ശ്രമിച്ചു. ഇവര് സമ്മതിച്ചോ? എത്ര ദിവസം ഒരു സമരം ചെയ്തു, എത്ര ദിവസം തടസ്സപ്പെടുത്തി. ബൈ ഫോഴ്സിലാണ് അവസാനം അത് നടപ്പാക്കിയത്. ഇന്ന് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ 100 കോടിയുടെ ആശുപത്രി പണിയുന്നെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ വിജയമാണ് ആ ഹോസ്പിറ്റൽ. 5 ഓപ്പറേഷൻ തിയേറ്ററാ. നാളെ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും വന്ന് ഓപ്പറേഷൻ നടത്താം, ഒരു തടസ്സമില്ല. പക്ഷെ നിങ്ങളെ തടസ്സം നിന്നില്ലേ? ഇങ്ങനെ ഏതിനാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? എല്ലാത്തിനും നിങ്ങൾ സമരം, ഏതിന് സമരം, എന്തിന് സമരം? ഇവിടെ BJP കോൺഗ്രസ് ഏത് പദ്ധതി വന്നാലും തടസ്സപ്പെടുത്തുകയല്ലേ? ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ നമ്മൾ ശക്തമായി നേരിടുമ്പോൾ നമ്മൾ വികസനവുമായി മുന്നോട്ട് പോകും. ഈ ചെങ്ങന്നൂർ നഗരത്തിലെ സ്കൂളുകൾ ഓരോന്നിലെ ഗേൾസ് ഹൈ സ്കൂൾ നമ്പർ 1 സ്കൂളായി മാറുന്നില്ലേ? ഇപ്പൊ തന്നെ IHRDക്ക് പുതിയ കോളേജ് വന്നു. നിങ്ങൾ ഗവൺമെന്റ് പോയി നോക്കൂ, 22 കോടിയുടെ പുതിയ കെട്ടിടം പണിത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിപ്പോ 22 കോടി. ഇവിടെ മുണ്ടക്കാവ് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണിതു, കിഴക്കേട സ്കൂളിന്റെ പുതിയ കെട്ടിടം, വണ്ടി എല്ലാം മേടിച്ചു കൊടുത്തു, എടനാട് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണിത് കൊടുത്തു, പുത്തങ്കാവ് മാത്തന്തരകന്റെ സ്കൂളിന്റെ പുതിയ കെട്ടിടം പണിത് കൊടുത്തു, അങ്ങാടിക്കത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ എങ്ങനെ കിടന്നാ 3 കെട്ടിടം ഏതാണ്ട് 5-6 കോടിയുടെ കെട്ടിടം തീർന്നു. കൊളക്കട ഹയർ സെക്കൻഡറി എത്ര കോടി? 7 കോടിയുടെ കെട്ടിടം തീർന്നു. ഏത് സ്കൂളിലാണ് പുതിയ കെട്ടിടം പണി? ഇനി 8-10 സ്കൂളേ ഉള്ളൂ. ഒരു MLA-യുടെ കാലത്ത് പരമാവധി 1 കെട്ടിടം, 2 കെട്ടിടം. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 34 സ്കൂൾ കെട്ടിടങ്ങൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിർമ്മിച്ചു. നിങ്ങളുടെ കാലത്ത് 1 സ്കൂൾ കെട്ടിടം പണിതോ? പറയട്ടെ, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക, നിങ്ങൾ പിണറായി വിജയനെ ആക്ഷേപിക്കുക, ഗവൺമെന്റിനെ ആക്ഷേപിക്കുക. ഓരോ പഞ്ചായത്തോടെ ചെങ്ങന്നൂർ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ, ഇത്രയും റോഡുകൾ ചെങ്ങന്നൂർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ ശബരിമല ഇടത്താവള, എന്റെ പൊന്നോ, ഞാനാണെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് മുതലേ ഈ നാട്ടിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ കവാടം, ശബരിമലയുടെ കവാടം. എല്ലാ കാലത്തും കോൺഗ്രസ്സുകാരും BJP-ക്കാരും പ്രസംഗിക്കും, ഞങ്ങളങ്ങോട്ട് വന്നാൽ മതി, ഇപ്പൊ തന്നെ ഞങ്ങൾ കവാടം അത് ശരിപ്പെടുത്തും. BJP വന്ന് 10 വർഷമായല്ലോ, കവാടം എവിടെ കിടക്കുന്നത്? ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ചെങ്ങന്നൂർ വരുന്നുണ്ടല്ലോ, അതുകടെ വിധി വെക്കാൻ, അതുകടെ സാധന സാമഗ്രികളൊന്ന് സൂക്ഷിച്ചു വെക്കാൻ ഒരു സംവിധാനം ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ 1300 കോടി രൂപയുടെ റെയിൽവേ നിർമ്മാണം ആരംഭിച്ചെന്ന് പറഞ്ഞ് MP പിന്നെ BJP-യുടെ നേതാക്കന്മാരെല്ലാം പ്രസ്താവനയാണ്. മോദി ഉദ്ഘാടനം ചെയ്തു, കല്ലിട്ടു, ഇപ്പൊ പൊളിച്ചുകളെ. ഇപ്പൊ അറിഞ്ഞോ ശശികുമാറെ, റഷീദ് അറിഞ്ഞോ? പദ്ധതി ഇല്ല കേട്ടോ, പച്ചക്കള്ള പറഞ്ഞു. ഈ കഴിഞ്ഞ പാർലമെന്റ് വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്ത ഇപ്പൊ പദ്ധതിയില്ല. അവിടെ കവാടവും ഇല്ല, പൊളിക്കലും ഇല്ല, പദ്ധതിയില്ല, അവിടെ കയറാൻ പറ്റുന്നില്ല. 4 കുടുത്ത് കിടക്കുക ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത് 200 കോടിയുടെ ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നു. മോദിക്കറിയാം യുവന്മാരൊക്കെ ചുമ്മാ വർത്താനം പറഞ്ഞ അങ്ങേർക്കറിയാം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം ഈ ജന്മത്തിൽ വിടുന്നത് സീറ്റ് കിട്ടത്തുന്ന അങ്ങേർക്ക് നല്ല പിടിയുണ്ട്, അതുകൊണ്ട് അങ്ങേര് കാശം തരുന്നില്ല. അത് എനിക്കറിയാം. വെറുതെ ഇവിടെ കൊണ്ട് കാര്യം തരുന്ന കാര്യം. 10 കോടി രൂപ മുടക്കി, ഞാൻ പറയട്ടെ, വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ആ കിഴക്കേ നടയിൽ ഈ ചെങ്ങന്നൂരെ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ അജീത് ചെറിയാൻ MLA ആയി വന്നപ്പോൾ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു? 10 കോടി രൂപ മുടക്കി ഈ ശബരിമല തീർത്ഥാടകർക്ക് ഒരു തീർത്ഥാടന സംവിധാനം പൂർത്തീകരണ ഘട്ടത്തിലാണെന്ന് അഭിമാനത്തോടെ പറയുക. ഇനിയും അയ്യപ്പന്മാര് വന്നാൽ വിരിവെക്കാം, ലോക്കറി സാധനം വെക്കാം, നേരെ പോകാം, തൊഴുതാ മതി. പിൽഗ്രിം ടൂറിസം ആ പദ്ധതി പൂർത്തീകരിച്ചാൽ ഈ ചെങ്ങന്നൂരിൽ നടപ്പാക്കിക്കൊണ്ട് ശബരിമല ഇടത്താവളം മാത്രമല്ല ചെങ്ങന്നൂരിന്റെ കവാടം ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകരുടെ ഏറ്റവും നല്ല കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ശബരിമലയുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് പ്രക്ഷോഭം നടത്തിയല്ലോ. അയ്യപ്പനോട് എന്ത് സ്നേഹം നിങ്ങൾ കാണിച്ചത്? ഈ ചെങ്ങന്നൂർ ക്ഷേത്രങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ക്ഷേത്രങ്ങളുടെ പരിസരത്തുണ്ടായ മാറ്റം. തൃച്ചിറ്റാറ്റ് അമ്പലം എടുക്ക്, എങ്ങനെ കിടന്ന കുളമാണ്. പുലിയൂരമ്പലം എടുക്ക്, വിഷമേശ്വരിക്കര അമ്പലയുടെ ഈ ചെങ്ങന്നൂർ ഓരോ ക്ഷേത്രങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ MLA എന്ന നിലയിൽ ഓരോ ക്ഷേത്രം ഇന്ന് വിശ്വാസികളുടെ പവിത്രമായ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൽ ഞങ്ങൾ വഹിച്ച പങ്കെന്താണ്? ഞങ്ങൾ ഇവ കള്ളത്തിലൊന്നും പറയല്ല. ദൈവമേ ദൈവം എന്ന് വിളിച്ചാലും
സോപ്പിട്ട് കള്ളത്തിലൊന്നും പറയാം. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും, ഞങ്ങൾ ചെയ്യും. ഈ ചെങ്ങന്നൂരിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? ഇന്ന് ആരാധനാലയങ്ങളുടെ മുന്നിലേക്ക് വന്ന റോഡുകൾ നിങ്ങൾ നോക്കൂ. BMNBC അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ? അങ്ങോട്ട് പോയാൽ മതി. ദൈവം ഇറങ്ങി വന്ന് സ്വീകരിച്ചോളൂ. അതുപോലെ പറ്റ റോഡല്ലേ അടിച്ചിട്ട് കൊടുത്ത്. ഓരോ നോക്ക ചെന്നാട് അമ്പലത്തോട്ട് ചെല്ല്, പുലിയൂർ അമ്പലത്തോട്ട് ചെല്ല്, ഷാർക്കാവിലോട്ട് ചെല്ല്, തിരുവമ്മണ്ടൂർ അമ്പലത്തോട്ട് ചെല്ല്, ഇവിടുത്തെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ല്, ഏത് ക്ഷേത്രവും ഏത് പള്ളി, ഇവിടുത്തെ വലിയ സുറിയാനി പള്ളിയിലോട്ട് ചെല്ല്, കാടുവട്ടൂർ പള്ളിയിലോട്ട് ചെല്ല്. ഏത് ആരാധനാലയമാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ മുന്നിൽ കൂടെ പോകുന്ന സഞ്ചാരയോഗ്യമായ റോഡല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡല്ലേ നിർമ്മിച്ചു കൊടുത്തത്? അതല്ലേ ഞങ്ങൾ 6 വർഷം കൊണ്ട് ചെയ്തത്? ഞങ്ങൾ ഏത് വികസനത്തെക്കൊന്നും ഞങ്ങൾ ഒരുപാട് പറയുന്നില്ല. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്ര ആൾക്ക് വീട് കിട്ടി? തരിശുരഹിത മണ്ഡലമായി എത്ര കോടി രൂപയുടെ വികസനം കാർഷികമായി നടപ്പാക്കിയില്ലേ? ഈ ചെങ്ങന്നൂർ നിങ്ങൾ MLA മാരായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, മരിച്ച കുഴിച്ചിടാൻ ഒരു സ്ഥലം ഉണ്ടോ? ഈ മുനിസിപ്പൽ പ്രദേശത്ത് മരിച്ചവന്റെ വീടിനകത്ത് അടുക്കളയും ബാത്റൂമും പൊളിച്ച് അതിനകത്ത് കത്തിച്ചു കളയുന്ന അവസരമുണ്ടായി. പത്രവാർത്തകൾ വന്ന് നിങ്ങളുടെ കാലത്ത് ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾ മരിച്ചാൽ അവരെ ഒന്ന് കുഴിച്ചിടാൻ ഒരു സംവിധാനം. അതേ ഇപ്പൊ ഞാൻ പറയുന്നു. പാണ്ടനാട് സ്ഥലമെടുത്തു, ഏറ്റവും ഉന്നത നിലവാരമുള്ള ക്രിമേഷൻ സെന്റർ പണിതു, ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. അവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവിടെ വന്നാൽ മരിച്ചു പോകും. കാരണം അത്ര നല്ല സെന്ററാണ് പണിയുന്നത്. മ്യൂസിക് പാട്ട് കേട്ടോ. നിങ്ങളുടെ കാലത്ത് ഒരു ക്രിമേഷൻ സെന്റർ പണിതു. നിങ്ങൾ എന്താ ചെയ്തെന്ന് ഈ പറയും? ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഈ നാട്ടിൽ 20% ഓട്ടിസംകാരുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ലില്ലി സ്കൂളുണ്ട്. ആ ലില്ലി സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ മാതൃകയിൽ ഗവൺമെന്റ് സഹായത്തോടെ പാണ്ടനാട് 1 ഏക്കർ സ്ഥലമെടുത്ത് 1-ാം തരം ഓട്ടിസം സെന്റർ പണി പൂർത്തീകരണ ഘട്ടത്തിലല്ലേ? എത്ര കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും? ഓട്ടിസം കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കല്ലേ? പറഞ്ഞു. IHRD കോളേജിന്റെ പുതിയ കെട്ടിടം വരുന്നു. ഈ സന്തോഷകരമായ 2 കാര്യം കൂടെ പറയാം. ഇനിയിപ്പോ ചെങ്ങന്നൂർ ചെയ്യാനുള്ള 2-3 കാര്യമുണ്ട് കേട്ടോ. അത് പറഞ്ഞേക്കാം. KSRTC ഒരു കെട്ടിടം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് മനുഷ്യനും ബാധ്യതയായിട്ട്. 14 കോടി രൂപയുടെ പുതിയ KSRTC നിർമ്മിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അനുവാദം തന്നു എന്ന് സന്തോഷകരമായ കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതിനിപ്പുറത്തുള്ള സ്ഥലം അന്താരാഷ്ട്ര ലൈബ്രറിക്കുള്ള പണം അനുവദിച്ചു, പണിയാൻ പോവാണ്. ഈ ചേരിമേൽ സ്കൂളിന്റെ ഗ്രൗണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം പണിയാൻ പോകുന്നു. കോൺഗ്രസ്സുകാരുടെ യോഗം നടത്താം, പൈസ കൊടുത്താൽ മതി. BJPക്കാരുടെ യോഗം നടത്താം. ചെങ്ങന്നൂർ ഒരു സ്റ്റേഡിയം ഉണ്ടോ? അല്ല, ഒരു ഓഡിറ്റോറിയം ഉണ്ടോ? KSRTC മാത്രമാണോ? സിവിൽ സ്റ്റേഷൻ വരുന്നു. നമ്മുടെ താലൂക്ക് ഓഫീസ് എന്ന സ്ഥലത്ത് താലൂക്ക് ഓഫീസ് വിളിച്ച് 21.5 കോടി രൂപയുടെ സിവിൽ സ്റ്റേഷനും ഗവൺമെന്റ് അംഗീകാരം തന്നു, പണിയാൻ പോകുന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിച്ചോണം. ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാൻ എല്ലാം ചെയ്യും. ഇനിയും ബാക്കി ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടാണ് ചീത്തോട് വിടുന്നത്. അതാണ് എനിക്ക് കഷ്ടം. എനിക്ക് പ്രയാസമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാത്തവരാ വന്ന് ചീത്ത വിളിക്കുന്നു. എന്തിന്? അവിടെ ഇവിടെ കിടക്കുന്നവർ ഇവിടെ ആണെന്ന് എന്താ അവർക്കൊല്ലോ അറിയാം. വാര്യർക്കറിയാവോ വാര്യത്തെ പണി എന്താ നമ്മൾ ചെയ്തിട്ടുണ്ട്? എന്താ വാര്യരെ താൻ മനസ്സിലായിക്കോണം. തന്നെ പോലെ 1000 വാര്യന്മാർ വിചാരിച്ചാൽ ഇടതുപക്ഷ മുന്നണിക്ക് ഇനി ഒരു വോട്ടും കുറയില്ല. ഭൂരിപക്ഷമായിരിക്കും ചെങ്ങന്നൂർ ജനങ്ങൾ വാരിത്തരുന്നത്. ഓർത്തോണം. അങ്ങനത് പ്രസംഗിച്ചൊന്നും ഞങ്ങളെ ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്തു പോയി. എന്തെങ്കിലും കുറ്റം ചെയ്തോ പറ, എന്തായാലും പേര് ദോഷം കേൾപ്പിച്ചോ പറ. പിന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പലതും പറയില്ല. ചിലപ്പോൾ ആൾക്കൊക്കെ പരാതികളോട് കൊടുക്കാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ നേരിട്ടാ പോലെ. ഞാൻ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടിയില്ലേ പറയുന്നത്. എന്റെ പാർട്ടി പറഞ്ഞ ഞാൻ പറഞ്ഞു. ഞാൻ പാർട്ടി വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞു. എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും. അങ്ങേ അറ്റം വരെ പറയും. അതെന്റെ രാഷ്ട്രീയമാണ്. എന്റെ രാഷ്ട്രീയം പറയാനല്ലേ ഞാൻ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ വികസന പ്രവർത്തനം ഓരോന്നും പറയണ്ട. ആദ്യമായ ഒരു ഫാക്ടറി എങ്ങനെ വരുന്നു? നിങ്ങളുടെ കാലത്ത് വന്നോ? 10 ആൾക്ക് ജോലി കൊടുത്തോ? മുളക്കഴ 5 ഏക്കർ സ്ഥലമെടുത്ത് കുട്ടനാട് റൈസ് പാർക്ക് പോയി കാണും. പണിതുകൊണ്ടിരിക്കുക. 500ഓളം ആൾക്ക് പ്രത്യക്ഷത്തിൽ ജോലി കിട്ടുന്ന ചെങ്ങന്നൂരിലെ ആദ്യത്തെ സർക്കാർ വ്യവസായം ഈ ഗവൺമെന്റ് കാലത്ത് വരുന്നു. അതാണ് വികസനം. താഴം ഭാഗത്ത് എത്ര യൂണിറ്റ് വന്നു? അവിടെ ഫിഷറീസിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്ന ഉൽപ്പാദന കെട്ടിടം തീരാറായി വരാൻ പോകുന്നു. വ്യവസായ രംഗത്ത് കാലുവെച്ചില്ലേ? കായിക രംഗത്ത് ഇടപെട്ടില്ലേ? വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടില്ലേ? ചെങ്ങന്നൂരിലെ മുഴുവൻ PHSകളും കെട്ടിടം പണിതു. ഇനി ഏതെങ്കിലും PHSക്ക് പണിയാനുണ്ടോ? എല്ലാ PHS പണിതു. ചെങ്ങന്നൂർ ഇല്ലാതെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും പുതിയ കെട്ടിടത്തിലേക്ക് 1-2 ഉള്ളൂ. പുതിയ അതിപ്പോ പണിയാൻ കാശ് വെച്ചു. എല്ലാ വില്ലേജ് ഓഫീസുകളും പണിതില്ലേ? ഇനി എന്താ പണിയാനുള്ളത്? എന്താ ചെയ്യാനുള്ളത്? ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെറും വാക്കല്ല,
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി രാമേന്ദ്രൻ സാറിന്റെ കാലത്തും അതിനുശേഷം ഞാൻ മത്സരിക്കുമ്പോഴും ഈ ചെങ്ങന്നൂരിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചെന്ന് മാത്രമല്ല അതിന്റെ എത്രയോ ഇരട്ടി വികസനം ചെങ്ങന്നൂരിൽ ഈ കാലയളവിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ആയുർവേദ ആശുപത്രി എന്തായിരുന്നു കോൺഗ്രസുകാരുടെ ഭരിച്ചപ്പോ മൂക്കമ്പാമ്പ് ദേഹത്ത് വീണു. പത്രവാർത്ത മൂക്കമ്പാമ്പെ വീണല്ലോ, ഭാഗ്യത്തിന് കടിച്ചില്ല. കാരണം കിടന്നവന്റെ നെഞ്ചത്ത് നെറ്റുണ്ടായിരുന്നു, അതേ കെട്ടിടം താഴെ. ഇവിടെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ജയിപ്പിയില് രാമേന്ദ്രൻ സാർ ജയിച്ചു. അന്ന് തന്നെ ഭൂമി എടുത്തു ഐറ്റിയുടെ മേളിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി, ഞാൻ വന്നു. കുറച്ച് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ പണി തുടങ്ങി. ഏതാണ്ട് ഒരു 60-70% ആയുർവേദ ആശുപത്രി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. മൂക്കമ്പാമ്പ് വീഴാത്ത, കടിക്കാത്ത, കുത്താത്ത ഒന്നാം തരം ആയുർവേദ ആശുപത്രി ചെങ്ങന്നൂർ ഈ കാലയളവിൽ വരുമ്പോൾ കോൺഗ്രസുകാരനും BJP-ക്കാരനും തീരുമാനം പറ്റിയ ഒരു കേന്ദ്രം കൂടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കൊടുക്കാൻ തീരുമാനിച്ചു. അത് നടക്കാൻ പോവാ. നല്ല പല തീരുമാനം ഈ കോൺഗ്രസുകാരുടെ നേതാക്കന്മാരെല്ലാം തീരുമാനം. ഈ വിളിച്ചോണ്ട് വരുന്നവരെ കൊണ്ട് അവിടെ തിരുമിയില് വെറുതെ അങ്ങനെ മണ്ടയ്ക്ക് കയറാതെ ഒരു മാനസിക സന്തോഷം ഉണ്ടാകട്ടെ, ഉല്ലാസം, ഒരാഹ്ലാദം ഉണ്ടാകട്ടെ. എന്ത് വ്യവസായം നടത്തേണ്ടത്? ഏറ്റവും അവസാനം ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ കുളിക്കടവ് അവിടേക്ക് പോകുന്ന റോഡിയാണ്, അതും ചെയ്തു കൊടുത്തു. അവിടെ എഴുന്നള്ളിപ്പ് വരുമ്പോൾ അവിടെ ഈ മോശം റോഡിൽ കൂടെ പോകണ്ട, നല്ല ഭംഗിയുള്ള റോഡിൽ കൂടെ പോയിട്ട് എഴുന്നള്ളിപ്പാണത്. അവിടെ ഭംഗിയുള്ള റോഡിൽ കൂടെ കൊടുക്കുക. ഇവിടുത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ പള്ളികളുടെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം കൊണ്ടുവന്ന BJP കോൺഗ്രസുകാരനും ഇത്രയും കാലം ജയിച്ചിട്ട് ഈ ആരാധനാലയങ്ങൾ നോക്കിയില്ലല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങൾ ജയിച്ചു വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് സന്തോഷം, നാട്ടിലെ വിശ്വാസികൾക്ക് സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം, എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ എന്ത് രാഷ്ട്രീയം പറയുന്നു? അതേപോലൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതിനെ ഓരോ ആളുകളെ മോശപ്പെടുത്തല്ലേ, CPM-നെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടെ പറയാൻ സാധിക്കും. നമ്മുടെ പാർട്ടി ഇന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന കാര്യം. എന്താണ് വലിയ വെല്ലുവിളിയുടെ കാരണം? ഒരു ഭാഗത്ത് ഇടതുപക്ഷ സംഘം, ഇടതുപക്ഷ വിരുദ്ധനാണ്, ഒരു ഭാഗത്ത് മാത്രമല്ല. ഇടതുപക്ഷത്തെ ഏത് വിധത്തിലും തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഇടതുപക്ഷ വിരുദ്ധന്മാരും കേരളത്തിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരന്നിരിക്കുന്നു. നമ്മൾ സീരിയസ് ആയി കാണുന്നത്. ബംഗാളിൽ അങ്ങനെയായിരുന്നു. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം തകർക്കാൻ തൃണമൂൽ കോൺഗ്രസും മാവോയിസ്റ്റുകളും BJP-യും എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിന്നു. ഇന്ന് കേരളത്തിൽ BJP-യും കോൺഗ്രസും ലീഗും എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരിക്കുന്നു. ആ ഇടതുപക്ഷത്തെ എതിർക്കാൻ ഇടതുപക്ഷ തീവ്രവാദ സംഘടനകൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. വലതുപക്ഷ തീവ്ര സംഘടനകളായ SDP, ജമാഅത്ത് ഇസ്ലാമി ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കേരളത്തിലെ CPM-നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രചണ്ഡമായ പ്രചരണം, നുണപ്രചരണം കേരളം നടക്കുക. മുസ്ലിം ഏകീകരണമാണ് ലീഗ് ഉദ്ദേശിക്കുന്നത്, ഹിന്ദു ഏകീകരണമാണ് RSS ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഏകീകരണവും ഹിന്ദു ഏകീകരണവും ഈ കേരളത്തിൽ നടന്നാൽ കേരളത്തിന്റെ മതസൗഹാർദ്ദം, മനസമാധാനം നഷ്ടപ്പെടത്തില്ലേ? ഇവിടെ പരസ്പരം ഏറ്റുമുട്ടത്തില്ലേ? ഇന്ന് കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും വിശ്വാസികളാണ് എങ്കിലും ഒരമ്മ പറ്റ മക്കളെ പോലെ ഇന്ത്യക്ക് മാതൃകയായി ഈ കേരളത്തിൽ ജീവിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഈ ചുവന്ന കൊടിയാണെന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഈ ചുവന്ന കൊടിയാണ് ഇത് താഴുന്നത്. ഇത് താന്നാൽ ഈ രാജ്യത്തെ നമ്മളെ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ദുരിതം ഉണ്ടാകുന്നത്. ഈ പാർട്ടി ക്ഷീണം സംഭവിച്ചാൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് മതേതര വിശ്വാസികളായ ജനങ്ങൾക്കാണ്, ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾക്കാണ്, പാവപ്പെട്ടവരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ഈ നാട്ടിലെ സ്ത്രീകൾക്കാണ്, അബലകളായ സ്ത്രീകൾ, ഈ നാട്ടിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഇവർക്കൊക്കെ ഈ കേരളത്തിൽ ഈ കൊടി താന്നാൽ അവർക്ക് ദുരന്തമായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പലരും പ്രസ്ഥാനത്തിനെതിരായി നീങ്ങും. ഒരു കാലചക്രം കറങ്ങുമ്പോൾ ആശയം ഇല്ലാത്തവരും ആശയ ദാരിദ്ര്യമുള്ളവരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നവരും ഒക്കെ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടിയെ തള്ളിപ്പറയും. പക്ഷെ തള്ളിപ്പറയാത്ത കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട്. ഈ പ്രസ്ഥാനമുണ്ടായ കാലം മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം സഹിച്ച് തന്റെ സർവസ്വം സമർപ്പിച്ച ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകാർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. ആ പ്രസ്ഥാനം ഇങ്ങനെ ഏതെങ്കിലും 2-3 പാർട്ടി വിരുദ്ധന്മാർ ഒറ്റുകാർ ചോർന്നു പോയാൽ
ആ പ്രസ്ഥാനം തകരില്ല. ആ ചോർന്നു പോകുന്ന 4 പേരാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് 4000 മനുഷ്യസ്നേഹികൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുമെന്ന കാര്യം ഓർത്തോണം. അതുകൊണ്ട് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് പ്രധാനപ്പെട്ട കടമയാണ്. ഈ പാർട്ടി സമ്മേളനം ചർച്ച ചെയ്ത ഒരു പ്രധാന കാര്യമെന്നാണ് വർത്തമാനകാലത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ നഗരസഭ തിരിച്ചു പിടിക്കണം. ചെങ്ങന്നൂർ ടൗണിലെ സഹാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഭരണമുണ്ടോ ഇവിടെ? ഇവിടെ ഒരു നഗരസഭയാണോ നരകസഭയാണോ ഇവിടെ ഭരിക്കുന്നത്? ഒരു രൂപയുടെ വികസനമുണ്ടോ? പറ. ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾ 17 സീറ്റ് ജയിപ്പിച്ചല്ലോ. 10 രൂപയുടെ വികസനം ഈ നഗരസഭയിലുണ്ടായോ? ഇതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നത്. കാരണം വെറുതെ എന്തിനാ, പക്ഷെ പറയിപ്പിച്ചേ പറ്റൂ. ഇനി ഞാൻ എന്നെ പറയാം. ഇന്നിപ്പോ ആവത്ത് സമയമില്ല. ഒരു 3.5 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. നരകസഭയുടെ നരകയാതന സഹിക്കുന്ന ജനങ്ങളുടെ ജീവിത ദുരിതം. അത് ഞാൻ വിശദീകരിക്കാൻ പിന്നീട്. നിങ്ങൾ തന്നല്ലോ, നിങ്ങൾ വാനോളം ഇടതുപക്ഷത്തെ സ്നേഹിച്ചു വളർത്തിയല്ലോ, നല്ല ഭൂരിപക്ഷം തന്നല്ലോ. കഴിഞ്ഞ 6-7 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നു, പറഞ്ഞത് മുഴുവൻ ചെയ്തല്ലോ. നിങ്ങൾ ഒരവസരം ചെങ്ങന്നൂരിലെ നഗരത്തിലെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു, അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരവസരം തന്നാൽ കേരളത്തിലെ നമ്പർ 1 നഗരസഭയായിരിക്കും ചെങ്ങന്നൂർ. നമ്പർ 1 മണ്ഡലം ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്പർ 1 മണ്ഡലം. ഞാൻ പറയുന്നു, നമ്പർ 1 നഗരസഭ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചാൽ ഞങ്ങൾ സമ്മാനിക്കും. വെറുതെ പറയല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കണം. ഇന്ന് 10 പഞ്ചായത്ത് നമ്മളാണ് ഭരിക്കുന്നത്. BJP കോൺഗ്രസും ഒന്നും ഇവിടെ ശക്തമൊന്നുമല്ല. പക്ഷെ എതിരാളികൾ നമ്മളെ തകർക്കാൻ ചിലപ്പോഴൊക്കെ ഒന്നിക്കും. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അവസരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, ഒറ്റുകാരെ സൂക്ഷിച്ചുകൊണ്ട് ഈ വലതുപക്ഷത്തിന്റെ എല്ലാ യോജിപ്പിനെയും നോക്കിക്കൊണ്ടും എല്ലാ പഞ്ചായത്തിലും മികച്ച ഭൂരിപക്ഷത്തോട് ജയിക്കാൻ വിശ്രമമില്ലാത്ത പ്രവർത്തനം നടത്തുന്നു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചെങ്ങന്നൂർ, മാന്ന 2 ഏരിയ സമ്മേളനം പൂർത്തിച്ച് 2 റാലികൾ നടന്നു. ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ കണ്ണു തുറക്കണം. 10,000-കണക്കിന് ജനങ്ങൾ അണിനിരുന്ന 2 റാലികളാണ് ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. അതാണ് ചെങ്ങന്നൂരിലെ CPM. ഇന്നലകളിൽ ഞങ്ങൾ വളരെ ദുർബലരായിരുന്നു. ഒന്നുമില്ലായിട്ട് ഞങ്ങൾ വളർന്നു വന്നവരാണ്. ഇന്ന് കേരളത്തിലെ മികച്ച മണ്ഡലമായി ഞങ്ങൾ മാറി. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി ചെങ്ങന്നൂരിലെ CPM വളർന്നു. ഇവിടെ ശശികുമാറും അതിന്റെ ശെൽവരായനും അടങ്ങുന്ന നല്ല ടീം ഇവിടുത്തെ CPM-നെ നയിക്കുകയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ റഷീദും പുഷ്പലതയും അടക്കമുള്ള ജെയിംസും അടക്കമുള്ള നേതാക്കന്മാർ നല്ല ടീം നയിക്കുകയാണ്. മഹേന്ദ്രനെ പോലുള്ള ജില്ലാ നേതാക്കന്മാരുടെ ഹരിശങ്കർ, രാജമ്മ, എല്ലാവരുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. രാജേഷ്, അവരെല്ലാം ചേർന്നുള്ള നല്ല ടീം ചെങ്ങന്നൂരിലെ വലതുപക്ഷത്തിന്റെ എല്ലാ കുൽസിത നീക്കങ്ങളെയും മനസ്സിലാക്കി നേരിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 10 പഞ്ചായത്തും നഗരസഭയും ഈ മണ്ഡലത്തിൽ പിടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി സംഘടനയെ ഒരുക്കണം, ബഹുജനങ്ങളെ അണിനിർത്തണം. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായി ദൃഢതയുള്ള ഒരു പാർട്ടി, ഒരു ലെനിനിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ വർത്തമാനത്തെ കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനുവേണ്ടി എല്ലാ സഖാക്കളും ഒരുമയോടെ പ്രവർത്തിക്കണം. ജനങ്ങളുടെ ദാസന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഓർത്തോണം. ജനങ്ങളുടെ ദാസന്മാരാണ്. ജനങ്ങളെ ഭരിക്കാനുള്ള രാജാക്കന്മാരല്ല കമ്മ്യൂണിസ്റ്റുകാർ. നമ്മുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ആൾക്ക് അങ്ങനെ ധാരണയുണ്ട്. നമ്മളൊക്കെ ഭരണാധികാരികളാണ്, നമ്മുടെ രാജാക്കന്മാരാണെന്നുള്ള ധാരണ വേണ്ട. ജനങ്ങളുടെ മുന്നിൽ വിനയത്തോട് നിൽക്കണം. അവര് പറയുന്നത് കേൾക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയില്ല, പക്ഷേ സഭ്യമായ ഭാഷയിൽ മര്യാദയ്ക്ക് അവരെ സ്നേഹത്തോടെ തലോടി, ഇതാണ് സഖാവേ, അല്ല ഇതാണ് കാര്യം, ഇത് ചെയ്യാൻ പറ്റൂ, അല്ല ഇന്ന് ചെയ്തു തരാം. ജനങ്ങളുടെ ദാസന്മാരാണ്. ഓരോ പാർട്ടി സഖാവും പാർട്ടിക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഓരോ പാർട്ടി സഖാവും പാർട്ടിക്ക് വിധേയമായിരിക്കണം. പാർട്ടിയാൽ വരുത്. സജി ചെറിയാനും നാളെ മഹേന്ദ്രനും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഈ പാർട്ടിയുടെ പോകും. പക്ഷെ അന്നും പാർട്ടി കാണണം. സഖാവ് EMS പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. എന്നാണോ പാർട്ടി ഞാൻ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്, അന്ന് എന്റെ പാർട്ടി നടപടി സ്വീകരിച്ചാൽ ആ നടപടി അംഗീകരിച്ചുകൊണ്ട് ആദ്യം പ്രസംഗിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ഞാനായിരിക്കും എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ട്. അതാണ് സഖാവ് EMS. അതാണ് CPM-ന്റെ പാരമ്പര്യം. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഏത് ശ്രമം ഉണ്ടായാലും അതിനെ ശക്തമായി നേരിടാൻ കഴിയണം. അക്രമമല്ല നമ്മുടെ മാർഗം. സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷമാണ് നമുക്ക് ആവശ്യം. ശത്രുക്കൾ നമുക്ക് എന്തെല്ലാം വേണേ പറഞ്ഞോട്ടെ, അവിടെയൊക്കെ സ്നേഹത്തിന്റെ, എവര് പറഞ്ഞ സ്നേഹത്തിന്റെ കടയല്ല കേട്ടോ. അത് ബോംബ് വെക്കുന്ന സ്നേഹത്തിന്റെ കടയിൽ നിന്നാണ് ബോംബായിരിക്കും, അത് പൊട്ടിത്തെറിക്കും. നമ്മൾ വെക്കുന്ന ഒറിജിനൽ സ്നേഹത്തിന്റെ കട. ആ ഒറിജിനൽ സ്നേഹത്തിന്റെ കട നമ്മൾ CPM-ന് കൊടുക്കണം. വിവിധ മേഖല അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. ജനങ്ങളെ ആശ്വസിപ്പിക്കണം. നാടിന്റെ വികസനത്തിലെല്ലാം നമ്മുടെ കയ്യൊപ്പുണ്ടാകണം. അങ്ങനെ ഇന്നത്തെ നാം അഭിനയിക്കുന്ന ഓരോ പ്രശ്നത്തിനും പരിഹാരം കണ്ടുകൊണ്ട്
ഒരു മൂന്നാമത്തെ തുടർഭരണം കേരളത്തിലെത്തിക്കാൻ ചെങ്ങന്നൂരിന്റെ പങ്ക് നിർവഹിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഏരിയ സമ്മേളനം തീരുമാനിച്ചത്. അതിനുവേണ്ടി എല്ലാവരും അതിശക്തമായ നിലപാടെടുത്ത് പ്രവർത്തിക്കണമെന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറച്ചു സമയം ദീർഘമായി ചെങ്ങന്നൂരായതുകൊണ്ട് ഞാൻ നീട്ടി. നിങ്ങളെല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു.